ഈ ഗൈസ് എല്ലാവർക്കും അജിറ്റോ ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത് ഇപ്പോൾ LGയുടെ 24 ഇഞ്ചിൻ്റെ ഒരു മോണിറ്ററാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് ഏത് സൈഡാണെന്ന് അറിയില്ല, അടിവശമാണ് അത് നമ്മുടെ ആക്സസറീസ് ഉള്ള ഭാഗമാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് കണ്ടിക്കാം, ഓർക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ് ഗൈസ്, അപ്പോൾ പിക്ക് ചെയ്യാം. ആക്സസറീസ് ഉള്ള ഭാഗമല്ല, ആക്സസറീസ് ഉള്ള ഭാഗമാണ്. നമുക്ക് ഉടനെ നോക്കാം. ഇത് എൻ്റെ ചാർജിങ് ബ്രിക്കാണ്. യെസ്, അപ്പോൾ നമുക്ക് ചാർജിങ് ബ്രിക്കല്ല, ഇതിൻ്റെ പവർ കേബിളാണിത്. പവർ ചെയ്യാനായിട്ടുള്ള സാധനമാണിത്. ഞാൻ പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കേബിള് മുടി വയ്ക്കാനുള്ള സാധനം വേണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു HDMI കേബിളും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഉണ്ട്. അത് അത്രേ ഉള്ളൂ. സ്ക്രൂവും പിന്നെ ഒരു യൂസർ മാനുവലൊക്കെ. ഇതൊക്കെ ആദ്യം നോക്കും. ഇനി നമുക്കൊരു എൻ്റെ സ്റ്റാൻഡാണിത്. അതുപോലെ സ്റ്റാൻഡിൻ്റെ അടിവശത്തെ ഭാഗം. യെസ്, അടിവശത്തെ നമുക്ക് നിലത്ത് വെക്കുന്നതും കിട്ടി. ഇനിയും വരുന്നത് നമ്മുടെ നമ്മുടെ സാധനം എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ മോണിറ്റർ. നമുക്കിതിങ്ങനെ പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ മോണിറ്റർ. ഇനി നമുക്ക്
ഓവറോൾ നോക്കുമ്പോൾ എൽ ജിയുടെ ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ഈ മോണിറ്റർ എന്ന് പറയുന്നത് 3 സൈഡ് ബോർഡർലെസ് മോണിറ്ററാണ്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു VGA പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 HDMI പോർട്ടും പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കും അതുപോലെ തന്നെ ഒരു പവർ പോർട്ടും ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സിൽ വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 24 ഇഞ്ച് മോണിറ്ററാണ്. അതുപോലെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p പിക്സലാണ് വരുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലിക്കർ ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 1 millisecond ആണ് ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. പിന്നെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 75 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഗെയിമേഴ്സിനും ഇതൊരു എൻട്രി ലെവൽ മോണിറ്റർ ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ മോണിറ്ററിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടിട്ടുന്നതായിരിക്കും. ബൈ.